ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, ചെറിയൊരു ടോപ്പിക്കാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അവർ പോസ്റ്റ് ഇട്ടായിരുന്നു ആർക്കൊക്കെ ലാപ്ടോപ്പും കാര്യങ്ങളുണ്ട്. സോ അത് ഞാൻ ജസ്റ്റ് ഇട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഫിനാൻഷ്യലി സ്റ്റാറ്റസ് ആയ കുറേ പേര് പുറകോട്ടുണ്ടാവും ലാപ്ടോപ്പും കാര്യങ്ങളൊന്നും മേടിക്കാൻ പറ്റാത്തത്. സോ അവർക്കുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ കാർലിനക്സിലും പാരലോസും ഉപയോഗിക്കുന്ന ടൂൾസും കാര്യങ്ങളും തന്നെ ഇത് ടെർമെക്സ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ടൂൾ, അതായത് ബാഷ് ബേസ്ഡ് കമ്പൈലൻ ടൂൾ ഉപയോഗിച്ച് ഹാക്കിങ്ങും പെൻ ടെക്സ്റ്റിംഗ് ഒക്കെ പഠിക്കാൻ പറ്റും. ഇൻ കേസ് വൈഫൈ ക്രാക്കിംഗ് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ഒരു 100%, 75% ഓഫ് ടൂൾസും കാര്യങ്ങളെല്ലാം ഈ ടെർമെക്സ് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു വീഡിയോയും കാര്യങ്ങളായിട്ട് ഞാൻ വന്നേക്കുന്നത്. ജസ്റ്റ് ഞാനൊക്കെ എൻ്റെ എത്തിക്കൽ ഹാക്കിംഗ് ജേർണിയിൽ ഫസ്റ്റായിട്ട് യൂസ് ചെയ്തൊരു ടൂളാണ് ടെർമെക്സ് എന്ന് പറയുന്നത്. ഏറ്റവും ഒരു അടിപൊളി പവർഫുൾ ടൂളാണ്. സോ ഞാനൊക്കെ ആദ്യമായിട്ട് ടെർമെക്സ് യൂസ് ചെയ്താണ് പല എത്തിക്കൽ ഹാക്കിംഗ് പെൻ ടെക്സ്റ്റിംഗ് ഒക്കെ പഠിക്കുന്നത്. സോ ഏകദേശം ഒരു നല്ലൊരു പവർഫുൾ ടൂളാണ്. സോ ഇതിന് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. സോ പണ്ടൊക്കെ നമുക്ക് ടെർമെക്സ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഇപ്പം റിമൂവ് ആക്കിയിട്ടുണ്ട്. സോ ഇപ്പം കിട്ടത്തില്ല. ജസ്റ്റ് F-Droid ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, F-Droid ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് എൻ്റർ ആവും. സോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലോഡ് ആവുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഇവിടെ കാണുന്ന F-Droidൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് ജസ്റ്റ് നാവിഗേറ്റ് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. സോ നമുക്കിവിടെ ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, F-Droidൽ നമുക്കിവിടെ കാണാം ഡൗൺലോഡ് F-Droid എന്ന് ഒരു ഓപ്ഷൻ കാണാം. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, F-Droid ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. സോ ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. ഓക്കെ, ജസ്റ്റ് F-Droid ഡൗൺലോഡ് ചെയ്ത ശേഷം ഓക്കെ, ഇവിടെ കാണാം എൻ്റെ F-Droid ഡൗൺലോഡാണ്. ഞാൻ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാണ്. ജസ്റ്റ് F-Droid ഓപ്പൺ ചെയ്യുക. സോ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കില്ല വരുന്നത്. നിങ്ങൾക്കൊരു പാച്ചസ് അപ്ഡേറ്റ് ചെയ്യാനും കുറേ കസ്റ്റം അപ്ഡേറ്റ് ചെയ്യാനുള്ള പാച്ചസ് ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്കൊരു ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് അല്ലായിരിക്കും വരുന്നത്. സോ ജസ്റ്റ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കുക. അതിൻ്റെ ഇവിടെ നമുക്ക് സെർച്ച് ഐക്കൺ കാണാം. സോ ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇവിടെ സെർച്ച് ആപ്സിൽ പോയിട്ട് ജസ്റ്റ് ടെർമെക്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്കിവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് കാണാം. ജസ്റ്റ് ടെർമിനൽ എമുലേറ്റർ വിത്ത് പാക്കേജസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സോ ഇൻസ്റ്റാൾ കൊടുക്കുക. ഞാൻ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 106.8 MB അടുത്താണ് വരുന്നത്. സോ വേറെ ഒന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കരുത്. ജസ്റ്റ് ടെർമെക്സ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കുക. ഞാനിപ്പം ടെർമെക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ടെർമെക്സ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, കാളി ലിനക്സിൻ്റെ ഇൻസ്റ്റാളേഷനുള്ള വീഡിയോ വേറൊരു വീഡിയോ ഞാൻ കവർ ചെയ്യാം. സോ ഇപ്പം ജസ്റ്റ് ഒരു ബിഗിനേഴ്സിനാണല്ലോ ടെർമെക്സ് യൂസ് ചെയ്ത് ഹാക്കിങ്ങും പെൻ ടെസ്റ്റിംഗ് ഒക്കെ പഠിക്കാൻ പറ്റും. സോ നമുക്ക് ടെർമെക്സ് യൂസ് ചെയ്ത് തന്നെ എത്തിക്കൽ ഹാക്കിങ്ങിൽ കാളി ലിനക്സ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും കവർ ചെയ്തേ. സോ എങ്ങനെയാണ് കാളി ലിനക്സ് നമുക്ക് ടെർമെക്സ് യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. സോ ടെർമെക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടൂൾ തന്നെയാണ് ടെർമെക്സ്. സോ എൻ്റെ ടെർമെക്സും കാര്യങ്ങളും ഇങ്ങനെയാണ്. സോ ഇതിൻ്റെ കസ്റ്റം മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. സോ നിങ്ങൾ ടെർമെക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം കുറച്ച് അറിഞ്ഞിരിക്കുന്ന ബേസിക് കമാൻഡ്സ് ഉണ്ട്. സോ കമാൻഡ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എങ്ങനെയാണ് കമാൻഡ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് കമാൻഡ്സ്. ജസ്റ്റ് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെയ്യുന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ജോയിൻ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. സോ ഇതൊക്കെയാണ് ടെർമെക്സ് യൂസ് ചെയ്യുമ്പം ബേസിക്കലി നമുക്ക് വേണ്ട കുറച്ച് ഇൻസ്റ്റാളേഷൻ പാക്കേജസും കാര്യങ്ങളാണ്. സോ മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് എല്ലാം ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. സോ എൻ്റെ ഓൾറെഡി എല്ലാം പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. സോ അതാണ് എനിക്ക് ഇത്ര ഫാസ്റ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തായാലും ടൈം എടുക്കും. സോ നമുക്ക് എങ്ങനെയാണോ നമ്മൾ കാളി ലിനക്സും കാര്യങ്ങളും ഉപയോഗിക്കുന്നത് അതിൻ്റെ ഏകദേശം ഒരു വെർഷനായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടും. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഞാൻ ഈ കൊടുത്തേക്കുന്ന കമാൻഡ്സ് എല്ലാം ജസ്റ്റ് കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ്. സോ ഈ കമാൻഡ്സ് എല്ലാം നമ്മുടെ ഓരോ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഗിറ്റും പൈത്തണും റൂബി അത് ഓക്കെ, ഓരോ പ്രോഗ്രാം റൺ ചെയ്യാനുള്ള പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊക്കെ ബേസിക് പാക്കേജസ് ആണ്. സോ ഇത് കമാൻഡ്സ് ഒക്കെ എന്തിനാണെന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞു നോക്കുക. ഓക്കെ, ഇത് ലെൻഡ് എന്നൊക്കെ പറയുമ്പം നമുക്ക് ആനിമേഷനും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെയാണ്. സോ ജസ്റ്റ് ഞാൻ ഈ പറയുന്ന കമാൻഡ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ട് വെക്കുക. സോ ഇവിടെ നമുക്ക് കാണാം, ഞാൻ നേരത്തെ കാണിച്ച പോലെ ഡിസൈനും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ ഈ ഒരു കമാൻഡ്, അതായത് ഇവിടെ ഈ PKG ഇൻസ്റ്റാൾ തൊട്ട് ഓക്കെ PKG ഇൻസ്റ്റാൾ തൊട്ട് ഇവിടെയുള്ള ജസ്റ്റ് കമാൻഡ് നിങ്ങളൊന്ന് കോപ്പി ചെയ്യുക. സോ എല്ലാ കമാൻഡും കോപ്പി ചെയ്യണം.
ഓക്കെ, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, ടെർമെക്സിൽ പോവുക, ജസ്റ്റ് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ എന്താണ് ഞാൻ ആദ്യം കണ്ടോളെ ബാനറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ക്രിയേറ്റ് ആവുന്നത്. ജസ്റ്റ് ഓക്കെ, ഇൻസ്റ്റാളിങ് ആണിപ്പോൾ. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓക്കെ, ഇവിടെ ഫുള്ള് ജെമ്മും കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ അടുത്ത് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇവിടെ ഒരു കമാൻഡ് കാണാം, എക്കോ ക്ലിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. ജസ്റ്റ് ഈ കമാൻഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ എൻ്റെ ലോഗോയാണ് ഞാൻ ചെയ്തേക്കുന്നത്. സോ ഇവിടെ കാണാം ഹാക്ക് വിത്ത് ഷാരോൺ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലോഗോയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ ഈ ലൈൻ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടെ പേര് വേണ്ടത്, ഓക്കെ, നിങ്ങളുടെ പേര് എന്താണോ വേണ്ടത് ജസ്റ്റ് അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ പേര് എന്താണോ വേണ്ടത് അതൊന്നും ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ കൊട്ടേഷൻ്റെ ഉള്ളിൽ തന്നെ വരാൻ നോക്കണം. ജസ്റ്റ് ഇൻ കേസ് ഷാരോൺ, ഓക്കെ, ജസ്റ്റ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്താണോ പേരും കാര്യങ്ങളും വേണ്ടത് ജസ്റ്റ് അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു കമാൻഡ് നേരെ നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. സോ അതിനുശേഷം ടെർമെക്സ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ടെർമെക്സ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇവിടെ കാണാം നമ്മുടെ ചാനലിൻ്റെ പേരും അതുപോലെ എൻ്റെ ഫോണിൻ്റെ വെർഷനും OS-ഉം ആൻഡ്രോയിഡ് ഹോസ്റ്റ് വിവോ, ഓക്കെ, CPU മെമ്മറി എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ ഇവിടെ ആ യൂസർ നെയിമും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മാറ്റുക. ഇൻ കേസ് നമുക്ക് ഇതിനകത്ത് ടൂൾസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, PKG ഇൻസ്റ്റാൾ nmap nmap -y. സോ ഇവിടെ nmap ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ അതായത് നമുക്ക് ലിനക്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന nmapഉം കാര്യങ്ങളും ഇവിടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മെറ്റസ്പോൾട്ടർ ഫ്രെയിംവർക്കാണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പം nmap റൺ ചെയ്ത് കാണിച്ചു തരാം. nmap google.com. ഓക്കെ, നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഇവിടെ nmap സക്സസ്ഫുള്ളി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളും നോക്കാം. ഇവിടെ നമുക്ക് മെറ്റസ്പോൾട്ടർ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം അതിനൊരു 1 GB അടുത്തൊരു കപ്പാസിറ്റി വരുന്നുണ്ട്. MSF കൺസോൾ ഉപയോഗിച്ച് നമുക്ക് പേലോഡ് സ്റ്റാർട്ട് ചെയ്യാൻ അറ്റാക്ക് ചെയ്യാൻ എല്ലാം പറ്റും. സോ ഞാൻ ഇവിടെ മെറ്റസ്പോൾട്ടർ ഞാൻ കാണിക്കും. ഓക്കെ, നമുക്കിവിടെ കാണാം nmapന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഗൂഗിളിൻ്റെ നോക്കുവാണെങ്കിൽ ഓക്കെ, പോർട്ട് 18 TCP ഓപ്പൺ ആണ്, സർവീസ് HTTP ആണ്. ഇവിടെ സക്സസ്ഫുള്ളി nmapന്റെ റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇൻ കേസ് നമുക്ക് പല ഇപ്പം ഞാൻ ഒരു വീഡിയോ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു വെബ് ക്യാം ഇങ്ങനെ ഹാക്ക് ചെയ്യാന്നുള്ളത്. ഇൻ കേസ് നിങ്ങൾ എൻ്റെ ഗിറ്റബിലേക്ക് പോയിട്ട് ഓക്കെ, എൻ്റെ ഗിറ്റബിലാണെങ്കിൽ ഓക്കെ, ഇതെൻ്റെ ഗിറ്റബാണ്. ഇവിടെ സ്നാപ്ലോയിറ്റ് എന്ന് പറഞ്ഞ ടൂൾ, അതായത് വെബ് ക്യാം എങ്ങനെ ഹാക്ക് ചെയ്യാന്നുള്ള ടൂളിനെ കുറിച്ച് ഞാൻ അവിടെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് എൻ്റെ ഗിറ്റബും പേജും കാര്യങ്ങളൊക്കെ. ഞാൻ വേറൊരു വീഡിയോയിൽ സ്നാപ്ലോയിറ്റ് വെച്ചിട്ട് എങ്ങനെ ഒരു വെബ് ക്യാം ഹാക്ക് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. സോ ഇവിടെ കോഡ് കാണാം. ജസ്റ്റ് ഈ കോഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് സ്ലോ ആവുന്നത്. ഓക്കെ, ഇവിടെ ഗ്രീൻ കളറിൽ കാണുന്ന ഈ കോഡിൻ്റെ കൂടെ ഞെക്കുമ്പോൾ നമുക്ക് ഒരു കോഡ് കിട്ടും. സോ കോഡ് ഗിറ്റ് ഗ്ലോൺ ചെയ്തിട്ട് നമുക്ക് ടെർമെക്സിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് മേ ബി നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടായിരിക്കും എനിക്ക് ലോഡ് ആവുന്നില്ല. സോ ഞാൻ ഇവിടെ നിന്ന് തന്നെ റിപ്പോയും കാര്യങ്ങൾ എടുക്കാൻ പോകണം. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ കോപ്പി ചെയ്യുവാണ്. ഓക്കെ, ഗിറ്റ് ഗ്ലോൺ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എനിക്കിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, LS ഓക്കെ എനിക്കിവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡയറക്ടറിയിലേക്ക് പോവാണ്. സ്നാപ്പ് എക്സ്പ്ലോയിറ്റ് ഓക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. // ഞാൻ ടൂൾ റൺ ചെയ്ത് കാണിച്ചു തരാം. സ്നാപ്പ് എക്സ്പ്ലോയിറ്റ് ഓക്കെ, ജസ്റ്റ് എന്തോ എറർ വന്നു. ഓക്കെ കമാൻഡ് തെറ്റിപ്പോയ .sh ഓക്കെ ഷെല്ലാണ് ഓക്കെ ഇവിടെ കാണാം. ഓക്കെ നമ്മുടെ സ്നാപ്ലോയിറ്റ് ടൂൾ റൺ ആവുന്നത്.
സോ കമാൻഡ് ഓക്കെ പോർട്ട് ഫോർവേഡിംഗ് സർവീസ് ഞാൻ Cloudflare സെലക്ട് ചെയ്യുന്നു. സോ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോയും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഇത് വെച്ചാണ് നമ്മൾ വെബ് ക്യാമും കാര്യങ്ങളൊക്കെ ക്യാമറ ഹാക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്കിവിടെ ലിങ്ക് കിട്ടും. ഓക്കെ, എനിക്കിവിടെ ലിങ്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ലിങ്ക്. സോ ഈ ലിങ്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് വിക്ടിമിനും ഷെയർ ചെയ്തിട്ട് ഹാക്ക് ചെയ്യാനും വെബ് ക്യാമും കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റും. ഇത് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. നമുക്ക് ഫോൾഡറിൽ ചെന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഇവിടെ Ctrl+C. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ക്യാപ്ചേർഡ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് ചെല്ലുമ്പം നമുക്ക് ഹാക്ക് ചെയ്തിട്ട് ഇമേജസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. സോ നിങ്ങൾക്കും ഇതിൽ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. എന്താണ് ടെർമിക്സ്. സോ ടെർമിക്സ് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഹാക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ഒരു മിനി വോയിസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു മിനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ആണെങ്കിലും ഇതിൽ കാളിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. സോ അത് കുറച്ച് ലോങ് പ്രോസസ്സാണ്. സോ ജസ്റ്റ് ടെർമിക്സിലുള്ള ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ കൊടുത്താണ്. സോ എങ്ങനെ കാളിനെക്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് മാക്സിമം ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവും ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് കാളിനെക്സിൻ്റെ ഇൻസ്റ്റാളേഷൻ ഒക്കെ നമുക്ക് ചെയ്യുന്നത് നോക്കാം. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ചാനലിൽ കൊടുക്കാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ജോയിൻ ചെയ്യുക. പനിയൊന്നും മാറിയിട്ടില്ല, അതിൻ്റെയാണ് ഇപ്പോഴും ഒച്ചയും കാര്യങ്ങളൊക്കെ. സോ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തൊരു ആയിട്ട് ഇനിയും കാണാം. ബൈ.